ചെമ്പരത്തി നിങ്ങൾ നോക്കുക, ചെമ്പരത്തി പൂ എടുക്കുവാണെങ്കിൽ ചെമ്പരത്തി പൂവിനകത്ത് നിങ്ങൾ സ്റ്റേമൻ എടുക്കുവാണെങ്കിൽ, അതായത് ഇത് ഒരു സ്റ്റേമൻ ആണെങ്കിൽ ചെമ്പരത്തി പൂവിനകത്ത് ധാരാളം സ്റ്റേമൻ ഉണ്ട്. അതിന്റെ എണ്ണം എന്ന് പറയുന്നത് ന്യൂമറസ് ആണ്. നമ്മളതിന് ചിഹ്നമൊക്കെ ഇങ്ങനെ ഇൻഫിനിറ്റ് എന്നാണ് കൊടുക്കുന്നത്. പക്ഷെ എന്താ പറയാ, എല്ലാ സ്റ്റേമനും നിങ്ങളുടെ ഫിലമെന്റുകൾ ചേർന്ന് ഇങ്ങനെ ഒരു കുഴൽ പോലെയാണ്. ടു ഡെവലപ്പ് ആസ് എ ട്യൂബ്, എല്ലാ ഫിലമെന്റുകളും ചേർന്ന ശേഷം എന്നിട്ട് ഇങ്ങനെ ആയിരിക്കും അതിന് ആംഗിൾസ് ഉള്ളത്. കണ്ടോ, ഇങ്ങനെ ഓരോരോ ആന്തരം ഇങ്ങനെയാണ് ഫിലമെന്റുകൾ ചേർന്ന് ഒരൊറ്റ കെട്ടായി മാറും. അപ്പോൾ ഇൻ എ കണ്ടീഷൻ വേർ ആർ സ്റ്റേമൻസ് യൂസ് ടു ഫോം വൺ ബണ്ടിൽ, ഒരു ബണ്ടിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് മോണോ അഡൽഫസ് കണ്ടീഷൻ എന്നാണ്. മോണോ അഡൽഫസ് കണ്ടീഷൻ. അഡൽഫി എന്ന് വെച്ചാൽ ഫ്യൂഷൻ എന്നാണ്. മോണോ അഡൽഫസ് എല്ലാം കൂടെ ചേർന്ന് ഒറ്റ ബണ്ടിലായി കാണപ്പെടുന്നത് ഏതാണ്? ഹിബിസ്കസ്. എക്സാമ്പിൾ ഹിബിസ്കസ്. ചിലപ്പോൾ ചില പൂവിനകത്ത് ഈ സ്റ്റേമൻസ് എല്ലാം കൂടെ ചേർന്ന് രണ്ട് ബണ്ടിലായിട്ട് കാണും. മേ ബി ആസ് ടു ബണ്ടിൽസ്, രണ്ട് ബണ്ടിലായിട്ട് കാണും. ഇതെല്ലാം ആന്തറാണ്. അപ്പൊ നമുക്ക് ഡൈ അഡൽഫസ് കണ്ടീഷൻ. ഡൈ അഡൽഫസ് കണ്ടീഷൻ പയറിനകത്തൊക്കെയാണ്. പി പയർ പോലെയുള്ള ചെടിക്കകത്തൊക്കെ അത് ഡൈ അഡൽഫസ് കണ്ടീഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ചിലപ്പോ രണ്ടിൽ കൂടുതൽ കണ്ടെന്ന് വരാം. ഫോർ എക്സാമ്പിൾ സി, നോക്കി എത്ര വണ്ടിലുണ്ട് നോക്കി, 3 വണ്ടിലായിട്ട് കാണപ്പെടുന്നു അല്ലേ. പിന്നെ ട്രൈ അഡൽഫസ്, ടെട്രാ അഡൽഫസ് അങ്ങനെ, പിന്നെ എല്ലാത്തിനും തന്നെ പോളി അഡൽഫസ് കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. പോളി അഡൽഫസ് കണ്ടീഷൻ രണ്ട് കഴിഞ്ഞാൽ പിന്നെ പോളി അഡൽഫസ് ആണ് വിളിക്കത്തുള്ളൂ. ഓക്കെ, ഇതിനെ പോളി അഡൽഫസ് കണ്ടീഷൻ എക്സാമ്പിൾ ആയിട്ട് പുസ്തകത്തിൽ ഒരു പേര് കൊടുത്തത് സിട്രസ് ആണ്. നാരങ്ങ, സിട്രസ്. നാരങ്ങ സിട്രസ് അങ്ങനെയാണ്. ഇനി അപ്പൊ നിങ്ങളത് നിങ്ങൾ ചോദ്യം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലാതെ വെവ്വേറെ ആയിട്ട് കണ്ടാന്ന് വിളിക്കും. ഇവിടെ ഒന്നും ഫ്യൂസ് ചെയ്തല്ലോ, ഇല്ല. അത് വിളിക്കുന്ന പോളി ആൻഡ്രസ് കണ്ടീഷൻ എന്നാണ്. പോളി ആൻഡ്രസ് കണ്ടീഷൻ. നമ്മുടെ കാഷ്യ പോലെയുള്ള പൂവിനകത്തൊക്കെ ഇങ്ങനെ കാണപ്പെടുന്നത്. ഇത് സാധാരണ തലത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നത്. വളരെ റെയറായിട്ട് ഇങ്ങനെ ഒറ്റ കെട്ട് 1 ബണ്ടിൽ, 2 ബണ്ടിൽ, 3 ബണ്ടിൽ ഇങ്ങനെ അല്ലെങ്കിൽ കൂടുതൽ കാണപ്പെടും. ഇപ്പൊ മോണോ അഡൽഫസ് കണ്ടീഷൻ, ഡൈ അഡൽഫസ് കണ്ടീഷൻ, പോളി അഡൽഫസ് കണ്ടീഷൻ. ഒരു ഇഷ്യൂ ചോദിക്കും, സ്റ്റേമൻസ് ആർ 2 ബണ്ടിൽ, ഡൈ അഡൽഫസ് കണ്ടീഷൻ. സ്റ്റേമൻസ് ആർ ഫ്രീ. അപ്പൊ നിങ്ങൾ അതിന്റെ വാക്ക് ഇസ് കാൾഡ് പോളി ആൻഡ്രസ് കണ്ടീഷൻ. ഓക്കെ, മോഡലിലെ ഇസ് കാൾഡ് പോളി ആൻഡ്രസ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഇതൊക്കെ വായിച്ചാൽ പഠിച്ചോണം കേട്ടോ. അടുത്തത് ഇതൊരു പൂവിന്റെ മെഡിസില്, പിന്നീട് തലാമസ്. അതിനകത്ത് എന്താണ് നിങ്ങൾ കാണാൻ പ്രത്യേകത? എന്താ പറയുന്നത്? 2 ലാർജും 2 സ്മാളും അല്ലെ. ആകെ 4 സ്റ്റേമൻ ഉണ്ട്. അത് 2 വലുത് 2 ചെറുതുമാണെങ്കിൽ ദിസ് കണ്ടീഷൻ ആണ് ഡൈനാമസ് കണ്ടീഷൻ. ആകെ 4 ഉണ്ടായിരിക്കുമ്പോൾ 2 ലാർജ് അല്ലെങ്കിൽ ലോങ്, ലാർജ് എന്ന് പറയുന്നത് ലോങ്, 2 ലോങ്ങും 2 സ്മാളും ആയിട്ട് കാണുവാണെങ്കിൽ അതിനെ വിളിക്കുകയാണ് ഡൈനാമസ് കണ്ടീഷൻ. ചിലപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ എന്താ കാണുന്നത്? ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ 4 ലോങ് 2 സ്മാൾ അല്ലേ. ടെട്രാ ഡൈനാമസ് കണ്ടീഷൻ. ടെട്രാ ഡൈനാമസ് കണ്ടീഷൻ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് പഠിക്കുന്നത് സാൽവിയ, മസ്റ്റർഡ്. ഇതിന്റെ എക്സാമ്പിൾ സാൽവിയ ആണ്. ഇതിന്റെ എക്സാമ്പിൾ മസ്റ്റാർഡ് ആണ്. ഇത് പുസ്തകത്തിലുള്ളതാണ്. പക്ഷെ പുസ്തകത്തിൽ വാക്കുകളൊന്നും കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഡൈനാമസ് എന്നോ ടെട്രാ ഡൈനാമസ് എന്നോ വാക്ക് കൊടുത്തിട്ടില്ല. സ്റ്റേമിന് വ്യത്യസ്ത ലെങ്ത് കാണുന്നു മാത്രമേ. പക്ഷെ സാൽവി മസ്റ്റാർഡ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പഠിച്ചോണം ചോദിച്ചേക്കാം. ഡൈനാമസും ടെട്രാ ഡൈനാമസും ഇവിടെ പറയാം. ആകെ 4 ഉണ്ടായിരിക്കെ, ആകെ 4 അത് 2 വലുത് 2 ചെറുതുമാണെങ്കിൽ ഡൈനാമസ്. ആകെ 6 ഉണ്ടായിരിക്കെ 4 വലുത് 2 ചെറുതുമാണെങ്കിൽ ടെട്രാ ഡൈനാമസ്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി
നേരത്തെ ഞാൻ ഒരാന്തം ഞാൻ വരച്ചത് അല്ലെ, ഇതിനെന്ത് വിളിക്കുക പറഞ്ഞു, ഒരു ലോബ്. ഇങ്ങനെ കീറിയിട്ട് വരച്ചാൽ കഴിയില്ല. ഇങ്ങനെ അതായത് ഈ കുറുകെ കുറച്ച് മേലെ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ രണ്ടറകൾ കാണും. ഒരു ലോബിൽ രണ്ടറ കാണും. ഇതിനകത്ത് പോളർ ഗ്രെയിൻസ് കാണും, പരാഗരങ്ങൾ. ഈ പൊടി പൂപ്പൊടി എന്ന് പറയുന്നില്ല, ഇതാണ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻസ് നമ്മൾ മൈക്രോസ്പോർ എന്ന് പറയും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പോളൻ ഗ്രെയിൻസ് ആൾസോ പാർട്ട് ഓഫ് മൈക്രോസ്പോർ. അങ്ങനെയാണെങ്കിൽ ഇരിക്കുന്ന അറയിൽ വിളിക്കാൻ നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയ. അഥവാ പോളൻ സാക്ക്. വളരെയിരിക്കുന്ന അറയെ നമുക്ക് പോളൻ സാക്ക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മൈക്രോസ്പോർ ആയതുകൊണ്ട് മൈക്രോസ്പൊറാഞ്ചിയ എന്ന് വിളിക്കാം. എന്റെ ചോദ്യം ഇതാണ്, ഒരു ലോബിൽ എത്ര മൈക്രോസ്പൊറാഞ്ചിയ? ഒരു ലോബിൽ in one lobe 2 pollen sac. ഇതല്ല ഒരു ലോബ്, രണ്ട് pollen sac. ഇത് മറ്റേ ലോബ്, രണ്ട് pollen sac. ശരിയല്ലേ? പുസ്തകത്തിലുള്ളതാണ്, ചോദിച്ചേക്കാം. How many pollen sac are there in one lobe? 2. How many pollen sac are in one anther? 4. ഒരു ആന്തറിന് രണ്ട് ലോബില്ലേ, അതാണ് കാണുന്നത്. മനസ്സിലായി? ഓക്കെ, അടുത്ത വർഷം വീണ്ടും പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ ഇത് പുസ്തകത്തുള്ളതുകൊണ്ട് മനസ്സിലാക്കി വെച്ചോ. പുസ്തകത്തിൽ ഇപ്പം മൈക്രോസ്പോറെന്നോ മൈക്രോസ്പൊറാഞ്ചിയ എന്നൊന്നുമില്ല, പക്ഷെ അതൊക്കെ പഠിച്ചു പോകണം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിന് മറ്റു പേര് കൂടിയുണ്ട്. പിസ്റ്റിന്റെ യൂണിറ്റ് പേരാണ് കാർപ്പൽ. ഗൈനീഷ്യത്തിന്റെ മറ്റു പേരാണ് പിസ്റ്റിൽ. ഈ ഗൈനീഷ്യത്തിന്റെ യൂണിറ്റ് പേരാണ് കാർപ്പൽ. ഇനി അടുത്ത ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫ്ലവർ അല്ലെ, പൂവിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ഗൈനീഷ്യം. അതിനെ പിസ്റ്റിൽ എന്ന് വിളിക്കും. അതുപോലെ തന്നെ അതിന്റെ യൂണിറ്റ് ആണ് കാർപ്പൽ. അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഒരു ഗൈനീഷ്യത്തിന്റെ പടം നമുക്ക് വരയ്ക്കാം. This is the figure of a gynecium. മൂന്ന് പാർട്ട് ഉണ്ട്. This is called stigma. This is called style. And this bulbous part is called ovary. So what are the three parts of a gynecium? Style, stigma, and ovary. What is ovary? So bulbous basal part of gynecium is called ovary, and tip of the gynecium is called stigma, and a long connective region connecting ovary with the stigma is called style. ഇങ്ങനെ ഡെഫിനിഷൻ വേണേൽ കൊടുക്കാം, പരിശോധിക്കത്തില്ല, നിലനിർത്തിയിരിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പൊ ഒരു പൂവിന്റെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഇതാണ്. മൊത്തം തുണിക പേരാണ് ആൻഡ്രീഷ്യം. തുണികളാണ് സ്കാലർ. എത്രണ്ണം ഉണ്ട്? 5 എണ്ണം. മനസ്സിലാക്കാം. ഇവിടെ ഇതിന്റെ യൂണിറ്റ്, ഇതിന്റെ മൊത്തം പേര് പിസ്റ്റിലാണെന്ന് പറഞ്ഞു. ഇതിന്റെ യൂണിറ്റ് കാർപ്പലാണെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? കാർപ്പൽ എന്തി, കാർപ്പൽ എങ്ങനെ മനസ്സിലാക്കും? കാർപ്പൽ അതറിയണമെങ്കിൽ അത് നമുക്ക് ഈ കാർപ്പൽ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് അല്ലെ. ഈ യൂണിറ്റ് എങ്ങനെ തിരിച്ചറിയാം? ഇതിന്റെ കാർപ്പൽ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. ഞാൻ പറയാം. വരച്ചെടുത്താലും മാറ്റി. ഗൈനീഷ്യം ഇതിന്റെ കാർപ്പൽ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറുകെ മുറിച്ച് നോക്കുകയാണ്. മുറിച്ചപ്പോൾ ഒരാ ഇത് മുറിച്ചതിന്റെ മുകൾ ഭാഗമാണ്. അപ്പം ഇതിനകത്ത് ഒരേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരു കാർപ്പലേ ഉള്ളൂ എന്ന് ഞാൻ പറയും. ഒരു ഈ കുറുകെ മുറിച്ചപ്പോൾ ഇങ്ങനെയാണ് രണ്ടറകൾ. എത്ര കാർബണുണ്ട്? 2 കാർബൺ. കുറുകെ മുറിച്ചപ്പോൾ ഞാൻ 4 അറകൾ കണ്ടു. എത്ര കാർബൺ? 4 കാർബൺ. ഇങ്ങനെ പോകും. അപ്പൊ വാട്ട് ഇസ് എ കാർപ്പൽ? കാർപ്പൽസ് ആർ ചേംബേഴ്സ് ഇൻ ദ ഓവറി. ഓവറിയിലുള്ള ചേംബറിനെ വിളിക്കുന്നവരാണ് കാർപ്പൽസ്. അപ്പൊ ഇവിടെ 2 കാർബൺ ചേർന്ന് ഫ്യൂസ് ചെയ്തായിരിക്കും. ഇവിടെ 4 കാർബൺ ചേർന്ന് ഫ്യൂസ് ചെയ്തായിരിക്കും. അപ്പൊ ഒരു പൂവിന്റെ കാർബണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒന്ന്, അതിന്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് ചേംബറുകൾ എണ്ണി നോക്കുക. ഒരു കാർബണേ ഉള്ളൂ, മോണോ കാർബൺ.
മോണോ കാർപ്പല്ലറി പിസ്റ്റിൽ. ഇന്ന് വിളിക്കാം ബൈ കാർപ്പല്ലറി പിസ്റ്റിൽ. പിന്നെ ടെട്രാ പെന്റാ എന്നൊക്കെ പറയും. പോളി കാർപ്പല്ലറി എന്നാണ് വിളിക്കുന്നത്. ആറാണെങ്കിൽ എട്ടാണെങ്കിൽ തന്നെ പോളി കാർപ്പ. 4 നമുക്ക് ടെട്രാ കാർപ്പല്ലറി, 5 പെന്റാ കാർപ്പല്ലറി എന്ന് വിളിക്കാമെങ്കിൽ 2 ശേഷം ഇതിനെല്ലാം നമ്മൾ പോളി കാർപ്പല്ലറി എന്നാണ് വിളിക്കുന്നത്. വേണം നിങ്ങൾക്ക് പെന്റാ കാർപ്പല്ലറി എന്ന് വിളിക്കാം. ഇത് ഇങ്ങനെ ക്രോസ് സെക്ഷൻ എടുത്ത ആളുകൾ അല്ലാതെ വേറെ എന്തെങ്കിലും വഴികൾ കാണുന്നുണ്ടോ? ഇവിടെ നോക്കിയേ, സ്റ്റിക്പിക്ക് 1 ലോബേ ഉള്ളൂ, 1. സ്റ്റിക്പിക്ക് 2 ലോബുണ്ട്, 2. സ്റ്റിക്പിക്ക് 4 ലോബുണ്ട്, 4. അപ്പൊ അടുത്ത വഴി എന്താണ്? ഈ സ്റ്റിഗ്മയുടെ ലോബ് എണ്ണി നോക്കിയാൽ മതി. സ്റ്റിഗ്മാറ്റിക് ലോബ്, സ്റ്റിഗ്മാറ്റിക് ലോബ് എണ്ണി നോക്കിയാലും മതി. ഇനി ഒരു ഐഡിയ ഞാൻ പറയട്ടെ. ഈ ഓവർ ഏരിയ ഭാഗത്ത് റൂട്ടായി മാറുന്നത് അങ്ങനെയാണെങ്കിൽ റൂട്ട് കുറിയെ കുറിച്ച് നോക്കിയാലും പോലെ വരും. വെണ്ടയ്ക്ക നമുക്ക് കിട്ടി. വെണ്ടയ്ക്ക കുറുകെ കുറിച്ചാൽ എത്ര അറ കാണും? വെണ്ടയ്ക്ക കുറുകെ കുറിച്ചാൽ അതിനകത്ത് 5 അറകൾ കാണും അല്ലേ? അർത്ഥം എന്താണ്? വെണ്ടയ്ക്ക എന്ന് പറയുന്ന ഒരു പെന്റാ കാർപ്പല്ലറി പിസ്റ്റിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അല്ലേ? സോ വെണ്ടയ്ക്ക എന്ന് പറയുന്ന ഒരു പെന്റാ കാർപ്പല്ലറി പിസ്റ്റിൽ അഥവാ ഗൈനീഷ്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. കാരണം 5 കാർബൺ ഉണ്ട്, ശരിയല്ലേ? സോ വാട്ട് ആർ ദി മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് കാർബൺ? 1, take the cross section of the ovary and count the chambers, or count the stigmatic lobe, or take the cross section of the fruit and count the chambers. ഇതാണ് സാധാരണ കണ്ടീഷൻ. ഓക്കെ, ഇനി ഞാനൊരു ചോദിക്കാം. when we call a gynecium a carpel, ഒരു ഗൈനീഷ്യത്തെ കാർപ്പൽ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? when we call gynecium as a carpel. നോക്ക്, ഇവിടെ ഒരു കാർപ്പൽ ഉള്ളൂ, ഒരു ഗൈനീഷ്യം തന്നെ അല്ലേ? അപ്പൊ ഗൈനീഷ്യത്തെ നമുക്ക് എന്ത് വിളിക്കാം? കാർപ്പൽ എന്ന് തന്നെ വിളിക്കാം. ഇപ്പോൾ വെല്ലിറ്റുകാസുള്ളി 1 കാർപ്പൽ. പക്ഷെ ഇതിനെന്ത് വിളിക്കാം? ബൈ കാർപ്പലറി ഗൈനീഷ്യം അഥവാ ബൈ കാർപ്പലറി പിസ്റ്റിൽ. ഇതിനെ പോളി കാർപ്പലറി പിസ്റ്റിൽ അല്ലെങ്കിൽ ടെട്രാ കാർപ്പലറി പിസ്റ്റിൽ. ബട്ട് ദിസ് ഈസ് എ മോണോ കാർപ്പലറി പിസ്റ്റിൽ അഥവാ എ കാർപ്പൽ. ഇത് കാർപ്പൽ ഓർമ്മയുള്ളൂ. ഇതെങ്ങനെയാ ഉണ്ടായതെന്നുള്ള ഇതിന്റെ പണ്ടത്തെ കഥ ഓർത്തു നോക്കണം. ഇത് എവല്യൂഷന്റെ സമയത്ത് ആക്ച്വലി ഇത് 4 കാർപ്പലാണ്. 1, 2, 3 ഇങ്ങനെയായിരുന്നു പണ്ട് ആദ്യ കാലത്ത് പുലുണ്ടായിരുന്നത്. പിന്നീട് കാലം ഞെരുങ്ങി ഒട്ടിയിട്ട് ഇങ്ങനെ ഒട്ടി വന്നെങ്കിലും ഇതിന്റെ എഡ്ജുകൾ ഒട്ടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലേ? ഇത് പണ്ട് ഇങ്ങനെ ആയിരുന്നത്, പിന്നെ ഇത് ഞെരുങ്ങി ഒട്ടി ഇങ്ങനെ ആയി. അപ്പൊ പക്ഷെ എഡ്ജ് ഒട്ടാൻ തയ്യാറായില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ കണ്ടൊട്ടി ഇവിടെ ഒട്ടിക്കും. എന്നാൽ ചില പൂക്കൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും. എങ്ങനെ? ഒട്ടാതെ ഇങ്ങനെ വെവ്വേറെ തന്നെ ഇരിക്കാം. ഇപ്പോഴും അങ്ങനെ പൂക്കളുണ്ട്. ഒരു പൂവിനെ പരിചയപ്പെടുത്തും. അപ്പോൾ ചില പൂക്കളിനകത്ത് കാർപ്പലുകൾ തമ്മിൽ പരസ്പരം ഒട്ടി ഒറ്റ ഗൈനീഷ്യമായി മാറാം. അത്തരം അവസ്ഥയിൽ ദിസ് കാൾഡ് സിൻകാർപ്പസ് കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. Syncarpous condition, SYNCARPAUS, syncarpous condition. When carpels are fused, is called syncarpous condition. Fusion നടക്കണം കൂടുതൽ വേണം അല്ലേ? അപ്പോൾ ഇതിനെ മെൽട്ടി കാർപ്പലറി പിസ്റ്റിൽ when carpels are fused to form a single gynecium is called syncarpous pistil. പിന്നെ മൾട്ടി കാർപ്പലറി പിസ്റ്റിൽ ഇത് ഒരെണ്ണമുള്ള എങ്ങനെ യൂസ് ചെയ്യുന്നത്? 2 വേണ്ടേ? പക്ഷേ ഇതോ സിൻകാർപ്പസ് അല്ല, കാർപ്പസ് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ what is syncarpous pistil? In a multi-carpellary pistil, when gynecium in carpels are fused to form a single pistil, it is called a syncarpous pistil. നിങ്ങൾ സിംപിളി പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. പക്ഷെ 1 മാർക്കിനാണ്, 2 മാർക്കിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്തത്. In a multi-carpellary pistil, when carpels are fused to form a single gynecium, it is called a syncarpous pistil. Example, the വെണ്ടയ്ക്ക 4 പീസ് ലേഡീസ് ഫിംഗർ അല്ലേ, അല്ലെങ്കിൽ ഹിബിസ്കസ് സാധാരണ. എന്നാൽ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്ന കാർപ്പലുണ്ട്. ഇറ്റ് ഇസ് കാൾഡ് അപ്പോകാർപ്പസ് കണ്ടീഷൻ. കാർപ്പൽസ് ആർ ഫ്രീ. കാർപ്പൽസ് ഫ്രീ ആയിരിക്കും, ഇപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ ഫ്യൂസ് ചെയ്തിട്ട്. ദാറ്റ് കണ്ടീഷൻ കാൾഡ് അപ്പോകാർപ്പസ് കണ്ടീഷൻ. ആൻ എക്സാമ്പിൾ റോസ് ആണ്, ലോട്ടസ്, താമരയിലും അതുപോലെ റോസിലും ഒക്കെ ഇതിന്റെ കാർപ്പൽസ് ഫ്യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ
So in this condition, carpets are free. Such condition is called apocarpus condition. Okay. ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞതിന് ശേഷം ഒരു എക്സാമ്പിൾ പറയാം. When carpets are fused to form a single gynoecium, it is called syncarpus condition. Example we discuss. When carpets are free in a gynoecium, it is called apocarpus condition. Example റോസും ലോട്ടസും ആണെന്ന് പറഞ്ഞു. ഞാൻ റോസിലേക്ക് ഇതിനെ പറ്റി ഞാൻ വായിക്കുകയാണ്. ഇതൊക്കെ വരച്ച് വെച്ചോ, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഞാൻ റോസ് എടുക്കുകയാണ്. റോസയുടെ പൂ എടുക്കുകയാണെങ്കിൽ അതിന്റെ ചുവട്ടിലായിട്ട് ഒരു ഉണ്ട ഇങ്ങനെയാണ് അല്ലെ, എന്നിട്ടാണ് ഈ കളം ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് അറിയാൻ ഉണ്ടാണ്. ഇതിങ്ങനെ കീറിയാൽ ഇതിങ്ങനെ കീറിയാൽ ഇങ്ങനെയാണ്. ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട ശേഷം ഒരു റോസയുടെ നിറം എടുത്തിട്ട് ഇങ്ങനെ കീറിയാകാം. ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോ കാപ്പിൽ പോകാം. കണ്ടോ? ഉണ്ടെങ്കിൽ ഇരിക്കുന്നതാണ്. നേർത്തതായിട്ട് എടുത്ത് കണക്കാക്കുക. നിങ്ങൾ നോക്കി ഇത് എന്ത് കണ്ടീഷൻ? ഇത് നോക്കി, തലാമസ് കപ്പ് പോലെ ഇരിക്കും, ഗൈനീഷ്യന്റെ അകത്ത് പരിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ദിസ് ഈസ് റോസ്. എക്സാമ്പിൾ ഫോർ വാട്ട്? പെരിഗൈനസ് കണ്ടീഷൻ, ആൾസോ അപ്പോകാർപ്പസ്. പെരിഗൈനസ് കണ്ടീഷൻ കപ്പ് പോലെ ഇരിക്കുന്നുണ്ട്, മാത്രമല്ല കാർപ്പസ് ഫ്രീയുമാണ്. സോ റോസ് എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ്. ദിസ് എക്സാമ്പിൾ ഫോർ ബോത്ത് പെരിഗൈനസ് ആൻഡ് അപ്പോകാർപ്പസ് കണ്ടീഷൻ. ഒക്കെ മനസ്സിലായല്ലോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് പഠിക്കാൻ പോകുന്നത് വേറൊരു കാര്യം വായിക്കാണ്. ഇതൊരു മാവിന്റെ പൂവുകൾ, മാവിന്റെ പൂവാണ്. ഇത് ഗൈനീഷ്യം മാത്രം ഞാൻ പുറത്തേക്ക് എടുക്കുക. ഗൈനീഷ്യം ഇതൊന്നും വായിക്കണ്ട, മനസ്സിലാക്കാൻ വേണ്ടി വെച്ചാൽ ഇതാണ് ഭാവിയിൽ എന്തായി മാറുന്നത്? മാങ്ങയായി മാറുന്നത്. ഓവറയാണ് ഭാവിയിൽ മാങ്ങ മാറുന്നത്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? സീഡ് ഉണ്ടല്ലേ. ആ സീഡോട് തന്നെ അത് ഈ ഓവറിക്കകത്ത് സാധനമാണ്. അതിന്റെ പേരാണ് ഓവ്യൂൾ. ഇതാണ് ഓവ്യൂൾ. ഓവിൾ സീഡായി മാറും, ഓവറിൽ ഫ്രൂട്ടായി മാറും. അങ്ങനെയല്ലേ? ഈ ഓവിൾ ഓവറിക്കകത്ത് ചുമ്മാ കടങ്ങി കിടക്കുവാണോ? അല്ല, ഓവിൾ ഓവറിക്കകത്ത് വെള്ളത്തായിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. കണ്ട ആ ടിഷ്യൂനെ പ്ലാസന്റ എന്നാണ് വിളിക്കുന്നത്. So what is placenta? Placenta is a mass of tissue in which ovules are attached to the ovary. ഓവറിയുടെ ഭിത്തിയുമായിട്ട് ഓവിൾസിനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ടിഷ്യൂനെ വിളിക്കുന്നവരാണ് പ്ലാസന്റ. Placenta is a mass of tissue with which ovules are attached to the ovary wall. ഓവറിയുടെ ഭിത്തിയുമായിട്ട് ഓവിളിനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന മാസ് ഓഫ് ടിഷ്യൂ വിളിക്കുകയാണ് പ്ലാസന്റ. പ്ലാസന്റ ആണ് നിങ്ങൾ കീറി നോക്കണം. കീറി നോക്കിയാൽ കാണാൻ പറ്റും. അല്ലാതെ ഇത് ഉരുണ്ടിരിക്കും. കീറി കഴിയാനകത്ത് ഓവിളിക്കുന്നത്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ പ്ലാസന്റ ആണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സീഡിരിക്കുന്ന സ്ഥലം നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു അമരയ്ക്ക വീട്ടിൽ ചെന്ന് നിങ്ങൾ അടുത്ത അമരയ്ക്ക എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് കീറുക. അമരയ്ക്ക എടുത്തതിന് കീറി പകുതി എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അതിന്റെ സീഡാണ് അല്ലേ. ഈ സീഡ് ഇതിനകത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്? ഇടിയായിട്ട് കാണാം. പ്ലാസന്റ എന്ന ടിഷ്യൂ ഇളക്കി എടുക്കാം. This is a placenta. This is placenta. അപ്പൊ ഓവിളിനകത്ത് ഓവിളിനൊട്ടിച്ച് ടിഷ്യൂ ആണ് പ്ലാസന്റ. അത് സീഡിനകത്ത് അല്ലെ ഫ്രൂട്ടിനകത്തും കാണാൻ കഴിയും അല്ലേ. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസന്റ ഓരോ ഫ്രൂട്ടിലും അല്ലെങ്കിൽ ഓരോ പിസ്റ്റലിനകത്തും അല്ലെങ്കിൽ ഓരോ കാർപ്പലിലും ഓരോ സ്ഥലത്തായിരിക്കും കാണപ്പെടുന്നത്. അതിന്റെ പൊസിഷൻ വെച്ച് നമുക്ക് ഫ്രൂട്ട്സിനെ അല്ലെങ്കിൽ ഗൈനീഷ്യത്തെ ക്ലാസിഫൈ ചെയ്യാം. അതിനെ വിളിക്കുന്നവരാണ് പ്ലാസന്റേഷൻ. ഞാൻ ഇത്രയും വരച്ചത് പ്ലാസന്റ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. സോ ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പ്ലാസന്റ ഓൺ ovary wall is called placentation. Placentation. The arrangement of placenta on the ovary wall is called placentation. നമുക്ക് ഇനി അതാണ് പഠിക്കാനുള്ളത്. അപ്പൊ പ്ലാസന്റ is a cushion-like tissue in which ovules are attached with the ovary wall. Then arrangement of ovule within the ovary is called placenta. അത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. Arrangement of
ഓവൽ വിതിൻ ദ ഓവർ ഈസ് കാൾഡ് പ്ലാസന്റേഷൻ. ആക്ച്വലി എവിടെയാണോ ഒട്ടിച്ച് വെച്ചിരുന്നത് അത് പ്ലാസന്റ് ഉപയോഗിച്ചായതുകൊണ്ടാണ് അത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തിരിച്ചു പറഞ്ഞാലും മതി, അറേഞ്ച്മെന്റ് ഓഫ് പ്ലാസന്റ ഇൻ ദ ഓവറി വാൾ ഈസ് കാൾഡ് പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പോ ഇതനുസരിച്ച് പ്ലാസന്റേഷൻ ദാറ്റ് ഈസ് അറേഞ്ച്മെന്റ് ഓഫ് ovule in the ovary wall is called placentation. നമ്മൾ എത്ര ഇതുവരെ പഠിച്ചു? ആദ്യം വീനേഷൻ പഠിച്ചു അല്ലേ, പിന്നെ ഫില്ലോടാക്സ് പഠിച്ചു, അറേഞ്ച്മെന്റ് ഓഫ് ലീഫ്. വീനേഷൻ ഇസ് അറേഞ്ച്മെന്റ് ഓഫ് വെയിൻ, ഫില്ലോടാക്സ് അറേഞ്ച്മെന്റ് ഓഫ് ലീഫ്. പിന്നെ ഇവിടെ ഏസ്റ്റിവേഷൻ ഇസ് അറേഞ്ച്മെന്റ് ഓഫ് സെപ്പലർ പെറ്റൽ. ഇപ്പൊ പഠിക്കുകയാണ് എന്താണ് പ്ലാസന്റേഷൻ. ഇസ് അറേഞ്ച്മെന്റ് ഓഫ് പ്ലാസന്റ ഓവൽ ഇൻ ദ ഓവറി. ഒരേപോലത്തെ 4 വാക്കുകളാണ് ഇതിന് വരുന്നത്: വീനേഷൻ, ഫില്ലോടാക്സി, ഏസ്റ്റിവേഷൻ, പ്ലാസന്റേഷൻ. അപ്പൊ നോക്കാം. ആദ്യം ഒന്ന് മാർജിനൽ പ്ലാസന്റേഷൻ. മാർജിനൽ പ്ലാസന്റേഷൻ നേരത്തെ നമ്മൾ വരച്ചതാണ്. ഞാൻ പറഞ്ഞു അമേരിക്ക ആണെങ്കിൽ വള്ളിപ്പയർ, ഒരു അമേരിക്ക എടുക്കാം, ഒരു അമേരിക്ക പുസ്തകം അമേരിക്കയുടെ അവിടെ കണ്ടല്ലോ. കീറിയപ്പോൾ അമേരിക്ക എടുത്ത് കീറിയപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ലീവ്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്ലാസന്റ് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊരു മാർജിൻ ആണല്ലേ, മാർജിൻ. മാർജിൻ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് നോട്ട് എഴുതാൻ തുടങ്ങണം. അപ്പൊ നമ്മൾ പടത്തിന്റെ വര വരയ്ക്കണം. മാർജിൻ വശം. പ്ലാസന്റേഷൻ. ഇപ്പൊ സിമ്പിൾ നിങ്ങൾ അങ്ങനെ ലക്ഷണം കൊടുക്കും. When placenta is along the margin of the ovary, it is called marginal placentation. ഇത് ovary ആണ് കേട്ടോ, റൂട്ടായില്ല. ഓവറിക്കകത്തുള്ളതാണ് റൂട്ടിനകത്തുള്ള അറേഞ്ച്മെന്റ്. സോ ദിസ് കാൾഡ് മാർജിനൽ പ്ലാസന്റേഷൻ. എന്താണ്? when placenta is arranged along the ovary. പക്ഷേ പുസ്തകത്തിന് പക്ഷെ അങ്ങനെയല്ല, അത് ഇത്തിരി മാറ്റം വരുത്തി പഠിക്കാം. when placenta form a ridge along the ventral suture of the ovary. when placenta form a ridge along the ventral suture of the ovary. എന്താണ് ഈ റിഡ്ജ്? റിഡ്ജ് എന്ന് വെച്ചാൽ തടിച്ച ഭാഗമാണ്. സ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുന്നിച്ചേർത്ത ഭാഗം എന്നാണ്. വെൻട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്ക് ഭാഗം അല്ലെങ്കിൽ മുതു ഭാഗം എന്നർത്ഥം. അപ്പോ ഇതെന്താ ഇങ്ങനെ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളിപ്പോ ഈ അമേരിക്ക ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഡോഴ്സൽ സൈഡും ഇത് വെൻട്രൽ സൈഡുമാണ്. ഇത് ഞങ്ങൾ പകുതി കീറി എന്ന് അപ്പുറത്തോട്ട് മാറ്റി. അപ്പോൾ ഇവിടെ ആയിട്ടാണ് കാണുന്നത് അല്ലേ? നിങ്ങൾ ഓർക്കണം, ഒരു വെണ്ടയ്ക്ക നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ അങ്ങ് പൊട്ടി മാറും അല്ലേ? അതുപോലെ പയർ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ പൊട്ടി മാറും. ഇങ്ങനെ പൊട്ടി മാറാൻ തന്നെ ഒരു ഭാഗം ഇതിനകത്ത് ആദ്യമേ കാണും. അത് തുന്നിച്ചേർത്ത് വെച്ചിരിക്കുക. അതിനാണ് സ്യൂച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ ഈ ഉടുപ്പിന്റെ പോക്കറ്റ് പിടിച്ച് വലിച്ചാൽ തുണി കീറുമ്പോൾ തയ്യലടക്കം പോകും. തയ്യലാണ് വിട്ടുപോകുന്നത്. അത് തുന്നിച്ചേർത്ത് വെച്ച് ഭാഗമാണ്, ബലം കുറവാണ്. അതുപോലെ 2 ഹാഫുകളുള്ള തുന്നിച്ചേർത്ത് വെച്ചിരിക്കുക, അതാണ് സ്യൂച്ചർ. ഇതിനെ ഡോഴ്സൽ സ്യൂച്ചർ എന്നും ഇതിനെ വെൻട്രൽ സ്യൂച്ചർ എന്നും. ഇത് ഡോഴ്സൽ സ്യൂച്ചർ, ഇത് വെൻട്രൽ സ്യൂച്ചർ. തുന്നിച്ചേർത്ത് വെച്ചു. അവിടെ തുന്നിച്ചേർത്ത ഭാഗത്ത് ഒരു റിഡ്ജ് പോലെ കാണും. പ്ലാസന്റെ ഒരു കട്ടിയുള്ള റിഡ്ജ് പോലെ കാണുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് എന്റെ വിഷയം നോക്കൂ. when placenta form a ridge along the ventral suture of the ovary. നിങ്ങൾ അങ്ങനെ പഠിച്ചാലും മതി, ഇല്ലെങ്കിൽ ചുമ്മാ along the margin എന്ന് പറഞ്ഞാലും മതി. പരീക്ഷയ്ക്ക് ഈ പടം കൊടുത്ത് ചോദിക്കും വാട്ട് ഈസ് ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ. ഇപ്പൊ മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. ഗിവ് എക്സാമ്പിൾ. എക്സാമ്പിൾ പറയും. 1 പി പയർ. ഇനി പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇൻട്രസ്റ്റ് പഠിച്ചാൽ മതി. ആൻഡ് ദീസ് ഓവിഡ്സ് ആർ അറേഞ്ച്ഡ് ആസ് 2 rows. 2 വരിയായിട്ട് അറേഞ്ചിരിക്കുന്നത്, ഒറ്റ വരിയായിട്ടല്ല. അത് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു, വീട്ടിൽ ചെന്നിട്ട് അടുക്കള ചെന്നിട്ട് ഒരു അമേരിക്ക എടുത്ത് 2ആയിട്ട് വലിച്ചു കീറിയാൽ, ഒരു അമേരിക്ക 2ആയിട്ട് വലിച്ചു കീറിയാൽ, ഇതുപോലെ വലിച്ചു കീറിയാൽ ഒരു സൈഡ് ഇവിടെ ആണെങ്കിൽ ഒരു സൈഡ് ഇതിനകത്തായിരിക്കും, അടുത്ത സൈഡ് ഇവിടെ ആണെങ്കിൽ അതിനകത്ത് കാര്യമുണ്ട്. ഒറ്റ പോയാണെങ്കിൽ എല്ലാം ഇത് തന്നെ കാണത്തില്ലായിരുന്നു. ഒന്നോട്ട് മാറി വള്ളിപ്പയറൊക്കെ എടുത്ത് 2ആയിട്ട് വലിച്ചു നോക്കി, ഒരു പയർ അപ്പുറത്ത് അടുത്ത വയൽപ്പുറത്ത്, ഒരു പയർ അപ്പുറത്ത് അടുത്ത വയൽപ്പുറത്ത്, അങ്ങനെ മാറി വരും. കാരണം 2 റോ ആയിട്ടായിരിക്കും, ഒറ്റ പോയല്ല. അതാണ് എന്റെ കാര്യം. ഇതൊക്കെ ഒരു എണ്ണ ശ്രമിച്ച് ചിന്തിച്ചാൽ മതി. പടം കണ്ട ക്ലാസ്സിനായിട്ട് ചിന്തിച്ചാൽ പഠിക്കണം. മനസ്സിലായാലും ഇത്തരമുള്ളതിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, വാട്ട് ഇസ് മാർജിനൽ പ്ലാസന്റേഷൻ? when placenta form a ridge along the ventral suture of the ovary, ovids are arranged as rows. Example P. In P, it is arranged as 2 rows. Okay.
ഇതിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഇത് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷൻ എന്ന LS എന്ന് പറയുന്നത്. ഇനി ഒരു 3 എണ്ണം ക്രോസ് സെക്ഷൻ എടുക്കുന്നത് CS. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുറിക്കുന്ന പോലെ, അല്ലെങ്കിൽ വെട്ടയ്ക്ക നേരത്തെ ഞാൻ വരച്ചായിരുന്നല്ലോ, ഇതാണ് വെട്ടയ്ക്ക ഇങ്ങനെ മുറിച്ച് നോക്കുന്നത്, അതാണ് ക്രോസ് സെക്ഷൻ. ഇതാണെങ്കിൽ ഇങ്ങനെ ഇരുന്നതാണ് LS ആണ്. ഓക്കെ, അപ്പൊ ആദ്യം പ്ലാസന്റേഷൻ കഴിഞ്ഞു. അടുത്ത പ്ലാസന്റേഷൻ ആക്സൈൽ പ്ലാസന്റേഷൻ. ഇതാണ് ആക്സൈൽ എന്ന് പറഞ്ഞാൽ. ആക്സിൽ എന്ന് പറയുന്നത് നിങ്ങൾ സൈക്കിളോട് ആക്സിൽ ഓടിക്കുന്നു പറയുന്നത്. ഇത് ആക്സിൽ. ഇപ്പൊ ഒരു ബസ്സിന്റെ 2 ടയർ, ബാക്കിൽ 2 ടയറിന്റെ നടുക്കിൽ കണക്ട് ചെയ്ത് കൊണ്ട് കടന്നു പോകുന്ന ആ കമ്പിയെ വിളിക്കുന്ന പേരാണ് ആക്സിൽ. ആക്സിൽ ഒരു വട്ടം നടുക്കൂടെ ഒരു കമ്പി കടന്നാൽ ഈ കമ്പി പോകുന്ന പൊസിഷൻ ആണെങ്കിൽ ആക്സിൽ പൊസിഷൻ. ആക്സിൽ എന്ന് വെച്ചാൽ മധ്യത്തെന്ന അർത്ഥം. അതായത് ഏതെങ്കിലും ഒരു ഓവറിക്കാണ്. പക്ഷെ അത് നോക്കണം, നമ്മൾ നേരത്തെ മാർക്കറ്റ് ക്ലാസ് കഴിഞ്ഞത് ഒറ്റ ഓവറി മതി. പക്ഷെ ഇത് മൾട്ടി കാർപ്പൽ ആയിരിക്കും. നമുക്ക് വെണ്ടയ്ക്കാണ് പോലെ എക്സാമ്പിൾ ഇത് നോക്കും. പടഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് സീഡ് ഇരിക്കുന്നത്. അപ്പൊ പ്ലാസന്റെ സ്ഥലം എവിടെ ആയിരിക്കും? പ്ലാസന്റേസ് അലോങ് ദിസ് ഇവിടാണ് പ്ലാസൻ. അനുക്കായിരിക്കും ഇവിടാണ് പ്ലാസൻ. ആക്സൈൽ പൊസിഷൻ. ഇതിനെ സെപ്റ്റാന്നാണ് പറയുന്നത്. സെപ്റ്റ. ഇത് ക്രോസ് സെക്ഷൻ എടുത്തിട്ടുണ്ട്. മൊത്തം ഫോട്ടോ ഇങ്ങനെ വരയ്ക്കണം. സങ്കല്പിച്ചാൽ മൊത്തം വരയ്ക്കണ്ട. അപ്പം ഈ വെൻ പ്ലാസന്റ് ഈസ് ആക്സൈൽ ഇൻ പൊസിഷൻ, അത്രേ ഉള്ളൂ. വെൻ പ്ലാസന്റ് ഈസ് ആക്സൈൽ ഇൻ പൊസിഷൻ. ആക്സൈൽ എന്ന് വെച്ചാൽ ഏറ്റവും മധ്യത്ത്. That's called axial placent. When placent is at axial in position, it is called axial placentation. അത്രേ ഉള്ളൂ. എക്സാമ്പിൾ നോക്കുന്നത് ഒന്ന് ചൈന റോസ്. ഇതാണ് ചെമ്പരത്തി. ടൊമാറ്റോ, ലെമൺ. നിങ്ങൾ ഓറഞ്ചൊക്കെ കുറുകെ മുറിക്കുന്നതല്ലേ, നിങ്ങൾ നാരങ്ങ കുറുകെ മുറിക്കുന്നതല്ലേ, അതിങ്ങനെ കാണത്തില്ല. ഇവിടെ സീഡ് ഇരിക്കുന്നു. So this is പുസ്തകത്തിൽ പഠനം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരച്ചെടുക്കുക. This is called axial placentation. അടുത്തത് 3 പെറൈറ്റൽ പ്ലാസന്റ്. എക്സാമ്പിൾസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പെറൈറ്റൽ പ്ലാസന്റേഷൻ, PARIETA, പെറൈറ്റൽ പ്ലാസന്റേഷൻ. ഇത് നിങ്ങൾ ഈ സാലഡ് വെള്ളരിക്ക കുറുകെ മുറിച്ച് നോക്കിയാൽ കാണുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത്. നോക്കൂ, എവിടെ പ്ലാസന്റ്? ഇവിടെ പ്ലാസന്റ്. ഓവറിയുടെ വെള്ളരിക്ക ഇത് വരയ്ക്കരുത്. ഓവറിയുടെ ഇന്നർ വാളിലാണ്, അല്ലെങ്കിൽ പെരിഫറൽ റീജിയനാണ്. സോ പ്ലാസന്റ് is seen along the inner wall of the ovary or peripheral side. That's all. This is called parietal placentation. The example ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം. Ovary develop at the inner wall of the ovary or peripheral parts. ഇനി ഒരു എക്സാമ്പിൾ കുക്കുംബറാണ്. ഇത് കുക്കുംബർ നിങ്ങൾ അതിനെ സാലഡ് വെള്ളരിക്കയൊക്കെ തിന്നുമ്പോൾ ഓർക്കണം. ഇങ്ങനെ കാണാം കുക്കുംബർ. ഇനി വേറെ ഓവർ ഈസ് വൺ ചേമ്പേർഡ് ബട്ട് ബിക്കം ടു ചേമ്പേർഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഫാൾസ് സെപ്റ്റൈൻ മസ്റ്റാർഡ് ആൻഡ് അർജിമോൺ. ഒരു ചേമ്പർ ഉള്ളെങ്കിലും മസ്റ്റാർഡ് അർജിമോൺ ഒക്കെ എടുത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇവിടെ കാണാം. ഫാൾസ് സെപ്റ്റ അത് രണ്ടറയുടെ തോന്നുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടസ് പോയിന്റ് ആണ്. ഇൻ മസ്റ്റാർഡ് ആൻഡ് അർജിമോൺ the placentation is parietal, but due to the presence of a false septa, it appears too lobed അല്ലെങ്കിൽ too chambered. അത് എൻഡർസ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി. ഈ പഠനത്തിൽ ചോദിക്കും വാട്ട് ഈസ് എ പ്ലാസന്റേഷൻ, യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഈസ് parietal placentation when placenta is along the inner wall of the ovary or towards the peripheral region. മനസ്സിലായല്ലോ? ഓക്കെ, എക്സാമ്പിൾ പഠിച്ചോണം. കുക്കുംബർ എക്സാം. അടുത്ത പ്ലാസന്റേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ വേഗത്തിൽ പറയുന്നത് പലവണ്ണം കേട്ട് പഠിച്ചോണം. അടുത്ത പ്ലാസന്റേഷൻ വിളിക്കുന്ന പേരാണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്താണ് ഈ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറയാം. പച്ചമുളക്, ഞാനൊരു ഇത് എക്സാമ്പിൾ അല്ല, ഞാനൊരു ഉദാഹരണം പറയാം. പച്ചമുളക് നിങ്ങൾ എടുത്തിട്ട് ഇതിന്റെ ഒരു പിച്ചാത്തി കൊണ്ട് ഇതിന്റെ പുറമെയുള്ള ഈ ഭിത്തി മാത്രം കട്ടിയിട്ട് തൊപ്പി ഒരു മൂരി മാറ്റുക. ഊരിയൊന്ന് മാറ്റി തൊപ്പിയെ മൂരി മാറ്റി. അപ്പൊ നമ്മൾ നടുക്കോട്ട് വരിക എന്തായാലും കാണുന്നത്
ഇങ്ങനെ പറയാം ശ്രീശക്തി അല്ലേ ഇല്ലേ മനസ്സിലായി. പച്ചമുളകിന്റെ ചോട് മാത്രമേ മുരി മാറ്റിയാൽ നമുക്ക് ഇങ്ങനെ കണ്ട് കുറച്ച് തിരിച്ചു. അപ്പൊ ഈ പച്ചമുളക് കുറുകെ മുറിച്ച് നിങ്ങൾ എങ്ങനെ കാണുമായിരുന്നു? ഇങ്ങനെ കാണുമായിരുന്നു ഇല്ലേ? മുളകിന് എക്സാമ്പിൾ അല്ല, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറയുന്നത്. ഇത് സെന്ററിലായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നു. നല്ല കണക്കാണ്. സെന്റർ ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് ഫ്രീ സെന്റർ പ്ലാസന്റേഷൻ. മനസ്സിലായി? അത്രേ ഉള്ളൂ. അതായത് നേരത്തെ അവിടെ ആക്സിയൽ പ്ലാസന്റേഷൻ വരച്ചല്ലോ, ആ സാധനത്തിന് സെപ്റ്റ ഇല്ലാതിരുന്നാൽ അതാണ് സാധനം. നേരത്തെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വരച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് എന്റെ പ്ലാസന്റ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ സെപ്റ്റയാണ്. പക്ഷെ ഇതേ സാധനത്തിൽ സെപ്റ്റ ഇല്ല എങ്കിൽ സെപ്റ്റ ഇല്ല. ഫ്രീ സെന്റർ പ്ലാസന്റേഷൻ. അപ്പൊ പരിശീലിച്ച് ചോദിച്ചാൽ when axial placentation without septa can be called as free center placentation. മൊത്തത്തിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇതിന്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയാന്തസും പ്രിംറോസുമാണ്. ഡയാന്തസും പ്രിംറോസും ഈ എക്സാമ്പിൾസ് എൻട്രൻസിലും ചോദിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ രണ്ട് എക്സാമ്പിൾ ഉണ്ടല്ലോ, മസ്റ്റാർഡും അർജിമോണും അതുപോലെ ഡയാന്തസ് പ്രിംറോസ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കുന്നത്. അപ്പം ഫ്രീ സെന്റർ പ്ലാസന്റേഷന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? സിമ്പിൾ ആണ്. When ovules born on the central axis and septa are absent. When ovules born on a central axis and septa are absent. Central axis ആണ് septa. എക്സാമ്പിൾ ഡയാന്തസ് ആൻഡ് പ്രിംറോസ്. അടുത്തത് ബേസൽ പ്ലാസന്റേഷൻ. 5 ബേസൽ പ്ലാസന്റേഷൻ. ഇവിടെ നമുക്ക് നേരത്തെ ആദ്യത്തെ നമ്മുടെ ലോങ്ങിറ്റ്യൂഡ് സെക്ഷൻ എടുത്തു, ബാക്കി 3 ക്രോസ് സെക്ഷൻ ആണ്. വീണ്ടും ഞാൻ ലോങ്ങിറ്റ്യൂഡ് സെക്ഷൻ എടുക്കാൻ പോവാണ്. ഞാൻ പുല്ല് കീറിയപ്പോ ഇവിടെ ആയിട്ടിരിക്കുന്നത് ഇവിടെ അവതരിച്ചിരിക്കുന്നു. ഇതിലെ പ്ലാസന്റ. അപ്പൊ ബേസിൽ ഇതാണ് ബേസൽ പ്ലാസന്റേഷൻ. ഓവിയോട് അറ്റാച്ച് basal placentation. Simple. It's called basal placentation. Simple. In placenta at the base of the ovary is called basal placentation. Sunflower and marigold. Sunflower are yes Suriyani. Marigold എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളത് ജമന്തിനോ ഒക്കെ പറയുന്നില്ലേ, കുങ്ങിണിന്നൊക്കെ പറയുന്നത് ഫ്ലവർ ഫ്രൂട്ട് കാണിക്കുന്നത് അതാണ് marigold. So these are the placentation. It's very important. ഇതിൽ ഒരു പടം സ്ഥിരം വരുന്നതാണ്. പടം നിന്നിട്ട് എന്താണെന്ന് ചോദിക്കും, എക്സാമിന് ചോദിക്കും. എൻട്രൻസ് ആണെങ്കിൽ സ്ഥിരം കണ്ട് കാരണം അർജിമോൺ, ഡയാന്തസ്, പ്രിംറോസ് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കും. പിന്നെ നേരത്തെ പഠിച്ച അപ്പോകാർപ്പസ് കണ്ടീഷൻ, സിൻകാർപ്പസ് കണ്ടീഷൻ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ ആക്കി തീർക്കാം. ഓക്കെ. അപ്പോൾ പുസ്തകത്തിന്റെ പടം പുസ്തകം എഴുതുന്നുണ്ട്, അത് നന്നായിട്ട് വായിക്കുക, നോട്ട് തയ്യാറാക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 7 മണിക്ക് ഡിസ്കസ് ചെയ്യാം.